എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 500 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായ മലയാളി. ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയേത്? ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി സാഡിൽ കൊടുമുടി. സാഡിൽ കൊടുമുടിയാണ് ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് MC ജോസഫ്. MC ജോസഫാണ് കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. വൈദേശിക സഹായം കൂടാതെ അച്ചുകൂടം സ്ഥാപിച്ച ആദ്യ മലയാളി. വൈദേശിക സഹായം കൂടാതെ അച്ചുകൂടം സ്ഥാപിച്ച ആദ്യ മലയാളി ചാവറയച്ചൻ. ചാവറയച്ചനാണ് വൈദേശിക സഹായം കൂടാതെ അച്ചുകൂടം സ്ഥാപിച്ച ആദ്യ മലയാളി. സിദ്ധാന്ത ശിരോമണി രചിച്ചതാര്? സിദ്ധാന്ത ശിരോമണി രചിച്ചതാരാണ്? ഭാസ്കരാചാര്യ. ഭാസ്കരാചാര്യയാണ് സിദ്ധാന്ത ശിരോമണി രചിച്ചത്. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത്. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത്. കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടം. കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടം പീറ്റ്. പീറ്റാണ് കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യ ഘട്ടം. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത. ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത സുഗതകുമാരി. സുഗതകുമാരിയാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിത. പെട്രോളിയത്തിൽ നിന്ന് ആദ്യമായി മണ്ണെണ്ണ വേർതിരിച്ചെടുത്തത്. പെട്രോളിയത്തിൽ നിന്ന് ആദ്യമായി മണ്ണെണ്ണ വേർതിരിച്ചെടുത്തത് എബ്രഹാം ജസ്നർ. എബ്രഹാം ജസ്നറാണ് പെട്രോളിയത്തിൽ നിന്ന് ആദ്യമായി മണ്ണെണ്ണ വേർതിരിച്ചെടുത്തത്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് NN കക്കാട്. NN കക്കാടിനാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്. വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? കാർബൺ. കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ KP കേശവമേനോൻ. KP കേശവമേനോനാണ് മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് KP കേശവമേനോൻ. KP കേശവമേനോനാണ് ലണ്ടനിൽ നിയമബിരുദം നേടിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്ത് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത്. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് വക്കം മൗലവി. വക്കം മൗലവിയാണ് എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. തൃശ്ശൂരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം. ഏത് പത്രത്തിലാണ് ഡോക്ടർ പൽപ്പു തിരുവിതാംകോട്ട തീയൻ എന്ന ലേഖനം എഴുതിയത്? ഏത് പത്രത്തിലാണ് ഡോക്ടർ പൽപ്പു തിരുവിതാംകോട്ട തീയൻ എന്ന ലേഖനം എഴുതിയത്? മദ്രാസ് സ്റ്റാൻഡേർഡ്. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിലാണ് ഡോക്ടർ പൽപ്പു തിരുവിതാംകോട്ട തീയൻ എന്ന ലേഖനം എഴുതിയത്. വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം രചിച്ചത്. വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം രചിച്ചത് P ഭാസ്കരൻ. P ഭാസ്കരനാണ് വയലാർ ഗർജിക്കുന്നു എന്ന പദ്യം രചിച്ചത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ
ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ. കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവാണ്? വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ്? വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിയുടെ കുറവാണ് വായ്പുണ്ണിന് കാരണമാകുന്നത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത് ഗ്ലാസ്. ഗ്ലാസ് ആണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത്. ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള ശരീരഭാഗം. ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള ശരീരഭാഗം കണ്ണിലെ ഐറിസ്. കണ്ണിലെ ഐറിസിനാണ് ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പം, ശരീരത്തിൽ ഒരേ വലിപ്പം ഉണ്ടാകുന്നത്. ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമം. ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ആണ് ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിൻ്റെ രാസനാമം. പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം. കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് പുതിയ 10 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത്. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ. തന്മാത്രകളാണ് പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. നിർമ്മൽ ഗ്രാമപുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. നിർമ്മൽ ഗ്രാമപുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പീലിക്കോട് പഞ്ചായത്ത്. പീലിക്കോട് പഞ്ചായത്താണ് നിർമ്മൽ ഗ്രാമപുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബലം. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബലം പേശീബലം. പേശീബലമാണ് മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബലം. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാൻ. AR റഹ്മാനാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി എന്നാണ് തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏത്? സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺകേവ് മിറർ. കോൺകേവ് മിററാണ് സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് സെറാമിക് ഗ്ലാസ്. സെറാമിക് ഗ്ലാസ് ആണ് പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ്. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത്. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത് പെട്രോളിയം. പെട്രോളിയമാണ് മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത്. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ. തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ സൈറ്റോകിനിൻ. സൈറ്റോകിനിനാണ് തേങ്ങാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോൺ. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB പോസിറ്റീവ് ഗ്രൂപ്പ്. AB പോസിറ്റീവ് ആണ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഹീലിയം. ഹീലിയമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇൻ്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം. ഇൻ്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ആൻഡമാൻ ദ്വീപ് സമൂഹം. ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലാണ് ഇൻ്റർവ്യൂ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അരുണ രക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖം. അരുണ രക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖം പോളിസൈത്തീമിയ. പോളിസൈത്തീമിയയാണ് അരുണ രക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖം. ബ്ലാക്ക് വാട്ടർ ഫീവർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? മലേറിയ. ബ്ലാക്ക് വാട്ടർ ഫീവർ
മലേറിയ രോഗവുമായി ബന്ധപ്പെട്ടതാണ്. പ്രകാശത്തിൻ്റെ കണങ്ങൾ അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്നാണ് പ്രകാശത്തിൻ്റെ കണങ്ങൾ അറിയപ്പെടുന്നത്. സെറുസൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലെഡിൻ്റെ അയിരാണ്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിലാണ് അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഐക്യകേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മയാണ് ഐക്യകേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി. ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമെന്ന് പുനർനാമകരണം ചെയ്തത്? കൊൽക്കത്ത തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമെന്ന് പുനർനാമകരണം ചെയ്തത്. മദ്യനിരോധനം നിർദ്ദേശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 47. ഭരണഘടനയുടെ അനുച്ഛേദം 47ലാണ് മദ്യനിരോധനം നിർദ്ദേശിക്കുന്നത്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡാണ് ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ടത്. ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ കുമുലസ് മേഘങ്ങളാണ് ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത്. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് BSNL നിലവിൽ വന്ന വർഷം 2000. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് നിലവിൽ വന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അജിനോമോട്ടോ, മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അജിനോമോട്ടോയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ്. 120 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത്. അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കരകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തം അലൂമിനിയം ഹൈഡ്രോക്സൈഡാണ് അഗ്നിശമനികളിൽ ഫോമിംഗ് ഏജന്റായും വസ്ത്രങ്ങളിലെ ഗ്രീസ് പോലുള്ള കരകൾ കളയാനും ഉപയോഗിക്കുന്ന ഒരു അലൂമിനിയം സംയുക്തം. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. ഉപ്പാണ് റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ജഗതിയിലാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം KM ബീനാമോളാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം. കണ ഏതു ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? അസ്ഥി. കണ ശരീരത്തിലെ അസ്ഥിയെ ബാധിക്കുന്ന രോഗമാണ്. തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡ് സെറോട്ടിക് ആസിഡാണ് തേനീച്ചയുടെ മെഴുകിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ദേശീയ വനിതാ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ
കൂർമ്മതയെ വിളിക്കുന്നത് സ്ഥായി, പിച്ച്. സ്ഥായി എന്നാണ് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ വിളിക്കുന്നത്. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം 6. ഇന്ത്യയിൽ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥം. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥം സോളാനിൻ. സോളാനിനാണ് ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥം. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളെ വിളിക്കുന്നത് ക്ഷുദ്രഗ്രഹങ്ങൾ. കണ്ണിനെക്കുറിച്ചുള്ള പഠനം. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. ഒഫ്താൽമോളജിയാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനം. ഗ്ലാസിന് പച്ചനിറം നൽകാൻ ഉപയോഗിക്കുന്ന ലോഹം. ഗ്ലാസിന് പച്ചനിറം നൽകാൻ ഉപയോഗിക്കുന്ന ലോഹം ക്രോമിയം. ക്രോമിയമാണ് ഗ്ലാസിന് പച്ചനിറം നൽകാൻ ഉപയോഗിക്കുന്ന ലോഹം. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര് ഫ്ലോറ. ഫ്ലോറ എന്നാണ് ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര്. ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ്. ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ബെനഡിക്റ്റ് ടെസ്റ്റ്. ബെനഡിക്റ്റ് ടെസ്റ്റാണ് ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ്. ഖേത്രി കോലിഹാൻ ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? ഖേത്രി കോലിഹാൻ ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? ചെമ്പ്. ഖേത്രി കോലിഹാൻ ഖനികൾ ചെമ്പിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം. ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം. ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം യുറാനസ്. യുറാനസ് ആണ് ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം മിസോറാം. മിസോറാമാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം മിസോറാം. കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ബാങ്ക് നോട്ടിൽ ഒപ്പിട്ട ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ. ബാങ്ക് നോട്ടിൽ ഒപ്പിട്ട ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ജെയിംസ് ടൈലർ. ജെയിംസ് ടൈലറാണ് ബാങ്ക് നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകളുടെ എണ്ണം എത്ര? ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകളുടെ എണ്ണം 22. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ആകെ 22 ഭാഷകളാണ് ഉള്ളത്. വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലം ഏതാണ്? സ്ഥിത വൈദ്യുത ബലം. മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലമാണ് സ്ഥിത വൈദ്യുത ബലം. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ പറയുന്നത്. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ പറയുന്നത് ദ്രാവകമർദ്ദം. ദ്രാവകമർദ്ദം എന്നാണ് ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ പറയുന്നത്. പുതിയ 100 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. പുതിയ 100 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം റാണി കി വാവ്. റാണിയുടെ പടിക്കിണർ. ഗുജറാത്തിലെ പാട്ടൺ ജില്ലയിലുള്ള റാണി കി വാവാണ് പുതിയ 100 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. പ്രമേഹരോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥം. പ്രമേഹരോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥം അസ്പാർട്ടം. അസ്പാർട്ടമാണ് പ്രമേഹരോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥം. ഫിലോസഫിയ നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ കൃതിയാണ്? ഫിലോസഫിയ നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ കൃതിയാണ്? സർ ഐസക് ന്യൂട്ടൻ. സർ ഐസക് ന്യൂട്ടൻ്റെ കൃതിയാണ് ഫിലോസഫിയ നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നത്. കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം. കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം സന്ദിഷ്ടവാദി. സന്ദിഷ്ടവാദിയാണ് കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം. തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ. തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ.
ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാത ഏത്? ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാത അസിർഗഡ് ചുരം. അസിർഗഡ് ചുരമാണ് ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാത. മർമ്മമില്ലാത്ത രക്തകോശം ഏത്? മർമ്മം ഇല്ലാത്ത രക്തകോശം ചുവന്ന രക്താണുക്കൾ. ചുവന്ന രക്താണുക്കളാണ് മർമ്മമില്ലാത്ത രക്തകോശം. ഏതു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് മിറാൻഡ? ഏതു ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് മിറാൻഡ? യുറാനസ്. യുറാനസിൻ്റെ ഉപഗ്രഹമാണ് മിറാൻഡ. പേർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം. പേർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം വില്ലൻ ചുമ. വില്ലൻ ചുമയാണ് പേർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗമേത്? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം ആമുഖം. ആമുഖമാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച തെലുങ്കാനയിലെ ഗ്രാമം. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച തെലുങ്കാനയിലെ ഗ്രാമം പോച്ചമ്പള്ളി. പോച്ചമ്പള്ളിയാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച തെലുങ്കാനയിലെ ഗ്രാമം. പൗരസ്ത്യദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെടുന്ന ഭാഷ ഏത്? പൗരസ്ത്യദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെടുന്ന ഭാഷ തെലുഗു. തെലുഗുവാണ് പൗരസ്ത്യദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെടുന്ന ഭാഷ. വാരിയല്ലിലെ അസ്ഥികളുടെ എണ്ണം. വാരിയല്ലിലെ അസ്ഥികളുടെ എണ്ണം 24. വാരിയല്ലിൽ 24 അസ്ഥികളാണ് ഉള്ളത്. ത്വക്ക് മനുഷ്യശരീരത്തിൻ്റെ ആകെ ഭാരത്തിൻ്റെ എത്ര ശതമാനമാണ്? ത്വക്ക് മനുഷ്യശരീരത്തിൻ്റെ ആകെ ഭാരത്തിൻ്റെ എത്ര ശതമാനമാണ്? 15. ത്വക്ക് മനുഷ്യശരീരത്തിൻ്റെ ആകെ ഭാരത്തിൻ്റെ 15%. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. MGK മേനോനാണ് ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി. വസൂരിക്ക് കാരണമായ രോഗകാരി. വസൂരിക്ക് കാരണമായ രോഗകാരി വേരിയോള വൈറസ്. വേരിയോള വൈറസാണ് വസൂരിക്ക് കാരണമായ രോഗകാരി. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം കൂടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്. ഏതു മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ? ഏതു മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ? എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ. ശിവരാജയോഗി എന്നറിയപ്പെട്ടത്. ശിവരാജയോഗി എന്നറിയപ്പെട്ടത് തൈക്കാട്ട് അയ്യാഗുരു. തൈക്കാട്ട് അയ്യാഗുരുവാണ് ശിവരാജയോഗി എന്നറിയപ്പെട്ടത്. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ, പാകിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാനും ഇടയിലാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്. സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം. സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാനും ചേർക്കുന്ന പദാർത്ഥം ജിപ്സം. ജിപ്സമാണ് സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം. ബ്ലീച്ചിംഗ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം. ബ്ലീച്ചിംഗ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഹൈപ്പോക്ലോറൈഡ്. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ് ബ്ലീച്ചിംഗ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയം. സീസിയമാണ് അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം. സിന്ദൂരത്തിലടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു. സിന്ദൂരത്തിലടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു ട്രൈലെഡ് ടെട്രോക്സൈഡ്. റെഡ് ലെഡ്. ട്രൈലെഡ് ടെട്രോക്സൈഡ് ആണ് സിന്ദൂരത്തിലടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു. കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തം. കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തം ടിൻ അമാൽഗം. ടിൻ അമാൽഗമാണ് കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തം. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനോടൊപ്പം ചേർക്കുന്ന ലോഹം. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനോടൊപ്പം ചേർക്കുന്ന ലോഹം ചെമ്പ്. ചെമ്പാണ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനോടൊപ്പം ചേർക്കുന്നത്. കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം തോറിയം. തോറിയമാണ് കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം.
വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് സേഫ്റ്റി ഗ്ലാസ്. സേഫ്റ്റി ഗ്ലാസ് ആണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം 253 മീറ്റർ. 253 മീറ്ററാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം. കോശത്തിനെക്കുറിച്ചുള്ള പഠനം. കോശത്തിനെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സൈറ്റോളജിയാണ് കോശത്തിനെക്കുറിച്ചുള്ള പഠനം. ക്യാരം ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി. കാരംസ് ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി ബോറിക് ആസിഡ്. ബോറിക് ആസിഡാണ് കാരംസ് ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന വെളുത്ത പൊടി. സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൈനേറ്റ്. സോഡിയം തയോസൈനേറ്റ് ആണ് സയനൈഡ് വിഷബാധ ഏൽക്കുന്നവരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത്. അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത് ജലം. ജലമാണ് അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ്? സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലാണ്? പത്രപ്രവർത്തനം. പത്രപ്രവർത്തന മേഖലയിലാണ് സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത്. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ. കോൺ കോശങ്ങളാണ് തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ റോഡ് കോശങ്ങൾ. റോഡ് കോശങ്ങളാണ് മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത്. ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? കാൽസ്യം. ജിപ്സം കാൽസ്യത്തിൻ്റെ ധാതുവാണ്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ. മീഥേനാണ് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധനാ രീതി. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധനാ രീതി ടോണോമെട്രി. ടോണോമെട്രിയാണ് കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന പരിശോധനാ രീതി. എപ്പോഴും മുന്നോട്ട് എവർ ഓൺവേർഡ് എന്നത് ഏത് കായികോത്സവത്തിൻ്റെ ആപ്തവാക്യമാണ്? ഏഷ്യൻ ഗെയിംസ് അല്ലെങ്കിൽ ഏഷ്യാഡ്. ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യമാണ് എപ്പോഴും മുന്നോട്ട് എവർ ഓൺവേർഡ് എന്നത്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് ആണ് ഇന്ത്യയിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ. ഡയോപ്റ്റർ ആണ് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ്. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ്. പൈറക്സ് ഗ്ലാസ് ആണ് തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ജലത്തിൻ്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ജലത്തിൻ്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എഥിലീൻ ഡൈ അമീൻ ടെട്രാസെറ്റേറ്റ് EDTA. എഥിലീൻ ഡൈ അമീൻ ടെട്രാസെറ്റേറ്റ് ആണ് ജലത്തിൻ്റെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. ജോസഫ് മുണ്ടശ്ശേരി അവാർഡാണ് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ്. ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരാണ് കൊഴിഞ്ഞ ഇലകൾ. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് തടവ് ശിക്ഷ അനുഭവിച്ചത് സി കേശവൻ. സി കേശവനാണ് കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് തടവ് ശിക്ഷ അനുഭവിച്ചത്. സി കേശവൻ. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം. ഭൂകേന്ദ്രത്തിൽ
ഒരു വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന് 0 ഭാരമായിരിക്കും. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖകൾ നിർണ്ണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകനാര്? സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖകൾ നിർണ്ണയിച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ. സിറിൽ റാഡ്ക്ലിഫ്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ. ഹെപ്പാരിനാണ് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. ക്വാർക്ക്. ക്വാർക്കാണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. ക്വാർക്ക്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ പറയുന്നത്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ പറയുന്നത് വ്യാപകമർദ്ദം. വ്യാപകമർദ്ദം എന്നാണ് ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ പറയുന്നത്. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹം. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹം സോഡിയം. സോഡിയമാണ് മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹം. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം. വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം സിൽവർ നൈട്രേറ്റ് ലായനി. സിൽവർ നൈട്രേറ്റ് ലായനിയാണ് വോട്ട് ചെയ്യുമ്പോൾ വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തം. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യം ജലം നിർമ്മിച്ചത്. കൃത്രിമ മാർഗത്തിലൂടെ ആദ്യം ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി. ജോസഫ് പ്രീസ്റ്റ്ലിയാണ് കൃത്രിമ മാർഗത്തിലൂടെ ആദ്യം ജലം നിർമ്മിച്ചത്. ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം ഏത്? ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം ലോണാർ തടാകം. ലോണാർ തടാകമാണ് ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ ഇന്ത്യയിലെ ഏക തടാകം. എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം മൗന കീ. മൗന കീ പർവ്വതമാണ് എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം മൗന കീ. ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തു വിഭാഗം അറിയപ്പെടുന്ന പേര്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തു വിഭാഗം അറിയപ്പെടുന്ന പേര് ഫോണ. ഫോണ എന്നാണ് ഒരു പ്രത്യേക സ്ഥലത്തുള്ള ജന്തു വിഭാഗം അറിയപ്പെടുന്ന പേര്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. ഇന്ത്യ എജ്യൂസാറ്റ് വിക്ഷേപിച്ച തീയതി. ഇന്ത്യ എജ്യൂസാറ്റ് GSAT-3 വിക്ഷേപിച്ച തീയതി 2004 സെപ്റ്റംബർ 20. 2004 സെപ്റ്റംബർ 20 ഇന്ത്യ എജ്യൂസാറ്റ് വിക്ഷേപിച്ചത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മജുലി. അസമിലെ മജുലിയാണ് ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നുവരുന്ന പ്രതിഭാസം. സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നുവരുന്ന പ്രതിഭാസം ശുക്ര സംതരണം. ശുക്ര സംതരണം എന്ന പ്രതിഭാസമാണ് സൂര്യനും ഭൂമിക്കുമിടയിൽ ശുക്രൻ കടന്നുവരുന്നത് അറിയപ്പെടുന്നത്. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം മാഗ്നീഷ്യം. മാഗ്നീഷ്യമാണ് മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം മെഡുല ഓബ്ലാങ്കേറ്റ. മെഡുല ഓബ്ലാങ്കേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ എഥനോൾ. എഥനോളാണ് മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത്. ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ഗ്ലാസ്. പൊട്ടാഷ് ഗ്ലാസ് ആണ് ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ. വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം ഏത്? വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം
അനുച്ഛേദം 112. അനുച്ഛേദം 112 വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ മാതൃകയിലാണ്? കാനഡ. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം കാനഡയുടെ മാതൃകയിലാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത്. സർ ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം റൈബോഫ്ലേവിൻ. റൈബോഫ്ലേവിനാണ് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം. തകഴിയുടെ കയർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. തകഴിയുടെ കയർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് എൻ ശ്രീകണ്ഠൻ നായർ. എൻ ശ്രീകണ്ഠൻ നായരാണ് തകഴിയുടെ കയർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ചന്തുമേനോൻ രചിച്ച അപൂർണ കൃതി. ചന്തുമേനോൻ രചിച്ച അപൂർണ കൃതി ശാരദ. ശാരദയാണ് ചന്തുമേനോൻ രചിച്ച അപൂർണ കൃതി. പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന എൻ മോഹനൻ്റെ നോവൽ. പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന എൻ മോഹനൻ്റെ നോവൽ ഇന്നലത്തെ മഴ. ഇന്നലത്തെ മഴയാണ് പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന എൻ മോഹനൻ്റെ നോവൽ. ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനം. ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനം ദേവഗീത. ദേവഗീതയാണ് ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനം. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി അക്ഷരം. അക്ഷരമാണ് ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. NN കക്കാടിൻ്റെ വയലാർ അവാർഡ് നേടിയ കൃതി. NN കക്കാടിൻ്റെ വയലാർ അവാർഡ് നേടിയ കൃതി സഫലമേ യാത്ര. സഫലമേ യാത്രയാണ് NN കക്കാടിൻ്റെ വയലാർ അവാർഡ് നേടിയ കൃതി. ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്നറിയപ്പെടുന്നത്. ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യരാണ് ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്നറിയപ്പെടുന്നത്. 13 AD നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം. 13 AD നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം മണിപ്രവാളം. മണിപ്രവാളമാണ് 13 AD നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം. സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത്. സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ. വള്ളത്തോളാണ് സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി മലയാളത്തിൽ കാൾ മാർക്സിൻ്റെ ജീവചരിത്രം രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയാണ് ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി മലയാളത്തിൽ കാൾ മാർക്സിൻ്റെ ജീവചരിത്രം രചിച്ചത്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. ഐക്യകേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവ്. ഐക്യകേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവ് കേരളവർമ്മ ഏഴാമൻ. കേരളവർമ്മ ഏഴാമനാണ് ഐക്യകേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവ്. 1926 ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 1926 ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ M.E. നായിഡു. ഡോക്ടർ M.E. നായിഡു ആണ് 1926 ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 1920 വടകര ആസ്ഥാനമാക്കി സിദ്ധസമാജം സ്ഥാപിച്ചത്. 1920 വടകര ആസ്ഥാനമാക്കി സിദ്ധസമാജം സ്ഥാപിച്ചത് സ്വാമി ശിവാനന്ദ പരമഹംസൻ. സ്വാമി ശിവാനന്ദ പരമഹംസനാണ് 1920 വടകര ആസ്ഥാനമാക്കി സിദ്ധസമാജം സ്ഥാപിച്ചത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരനാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരൻ. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന് പറഞ്ഞത് സി കേശവൻ. സി കേശവനാണ് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കുമെന്ന് പറഞ്ഞത്. വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ്. വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ. പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കറാണ് വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ്. സംസ്ഥാനത്ത് ജനകീയാസൂത്രണ പദ്ധതി ആരംഭിച്ചതെന്ന്. സംസ്ഥാനത്ത്
ജനകീയാസൂത്രണ പദ്ധതി ആരംഭിച്ചത് 1996 ഓഗസ്റ്റ് 17. 1996 ഓഗസ്റ്റ് 17 സംസ്ഥാനത്ത് ജനകീയാസൂത്രണ പദ്ധതി ആരംഭിച്ചത്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം കോൺഗ്രസുമായുള്ള ബന്ധം വിട്ട കെ കേളപ്പൻ ചേർന്ന രാഷ്ട്രീയ കക്ഷി കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയിലാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം കോൺഗ്രസുമായുള്ള ബന്ധം വിട്ട കെ കേളപ്പൻ ചേർന്ന രാഷ്ട്രീയ കക്ഷി കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് അനധികൃതമായി ക്ഷേത്രമണി അടിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹി പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് അനധികൃതമായി ക്ഷേത്രമണി അടിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹി പി കൃഷ്ണപിള്ള. തിരുവിതാംകൂറിൽ അവർണർക്കും കഥകളി നടത്താനുള്ള അനുമതി നേടിക്കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് തിരുവിതാംകൂറിൽ അവർണർക്കും കഥകളി നടത്താനുള്ള അനുമതി നേടിക്കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ്. തലാമസാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലക്സ് ആക്ഷൻ. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമോ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉത്പാദനം കുറയുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ്. പാർക്കിൻസൺസ് രോഗമാണ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമോ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉത്പാദനം കുറയുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ്. നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ. നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ സീലിയറി പേശികൾ. സീലിയറി പേശികളാണ് നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശസമൂഹം. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശസമൂഹം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹം. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ മെലാട്ടോണിൻ. മെലാട്ടോണിനാണ് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ മെലാട്ടോണിൻ. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത്. ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത് ആംഫോറ്റെറിക്. ആംഫോറ്റെറിക് എന്നാണ് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത്. അന്തരീക്ഷവായുവിൽ നൈട്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം. അന്തരീക്ഷവായുവിൽ നൈട്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജൻ. ഓക്സിജനാണ് അന്തരീക്ഷവായുവിൽ നൈട്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം. മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിവിനൈൽ ക്ലോറൈഡ്. പോളിവിനൈൽ ക്ലോറൈഡാണ് മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ഒരു മൂലകം തന്നെ പ്രകൃതിയിൽ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസം. ഒരു മൂലകം തന്നെ പ്രകൃതിയിൽ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസം രൂപാന്തരത്വം അല്ലോട്രോപ്പി. രൂപാന്തരത്വമാണ് ഒരു മൂലകം തന്നെ പ്രകൃതിയിൽ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം. അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം. അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം സോഡിയം പെറോക്സൈഡ്. സോഡിയം പെറോക്സൈഡാണ് അന്തർവാഹിനികളിൽ വായു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡാണ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ്. കിപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സൈനിക മേധാവി. കിപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സൈനിക മേധാവി
KM കരിയപ്പ. KM കരിയപ്പയാണ് കിപ്പർ എന്ന പരിണാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സൈനിക മേധാവി. ഏറ്റവും ചെറിയ മസ്തിഷ്കമുള്ള പ്രൈമേറ്റ്. ഏറ്റവും ചെറിയ മസ്തിഷ്കമുള്ള പ്രൈമേറ്റ് മൗസ് ലീമർ. മൗസ് ലീമറാണ് ഏറ്റവും ചെറിയ മസ്തിഷ്കമുള്ള പ്രൈമേറ്റ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെൻഡസ്. വാൾട്ടർ മെൻഡസ് ആണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്. എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ്. എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. O ഗ്രൂപ്പാണ് എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ്. തലച്ചോറിനേക്കാൾ വലുപ്പമുള്ള കണ്ണുള്ള പക്ഷി. തലച്ചോറിനേക്കാൾ വലുപ്പമുള്ള കണ്ണുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയാണ് തലച്ചോറിനേക്കാൾ വലുപ്പമുള്ള കണ്ണുള്ള പക്ഷി. ജൈവവർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ്. ജൈവവർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനയസ്. കാൾ ലിനയസ് ആണ് ജൈവവർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ്. സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്ന പദാർത്ഥം അമോണിയം കാർബണേറ്റ്. അമോണിയം കാർബണേറ്റ് ആണ് സ്മെല്ലിംഗ് സാൾട്ട് എന്നറിയപ്പെടുന്ന പദാർത്ഥം. ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിനു പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം. തിരുവനന്തപുരം വിമാനത്താവളമാണ് ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിനു പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം. ഉരകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ഉരകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഹെർപ്പറ്റോളജി. ഹെർപ്പറ്റോളജിയാണ് ഉരകങ്ങളെയും ഉഭയജീവികളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. മദ്യപാനത്തോടുണ്ടാകുന്ന അമിത ആസക്തിയുടെ പേരെന്ത്? മദ്യപാനത്തോടുണ്ടാകുന്ന അമിത ആസക്തിയുടെ പേര് ഡിപ്സോമാനിയ. ഡിപ്സോമാനിയ എന്നാണ് മദ്യപാനത്തോടുണ്ടാകുന്ന അമിതാസക്തിയുടെ പേര്. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം ചെമ്പ്. ചെമ്പാണ് പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. കേരളം ഉൾപ്പെടെയുള്ള പുതിയ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനിടെയായ ഭരണഘടനാ ഭേദഗതി. കേരളം ഉൾപ്പെടെ ഉള്ള പുതിയ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനിടെയായ ഭരണഘടനാ ഭേദഗതി 7ാം ഭേദഗതി. 1956 7ാം ഭേദഗതി പ്രകാരമാണ് കേരളം ഉൾപ്പെടെയുള്ള പുതിയ 14 സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് ഇടയായ ഭരണഘടനാ ഭേദഗതി 7ാം ഭേദഗതി. സെല്ലുലാർ ഫോണിൻ്റെ പിതാവ്. സെല്ലുലാർ ഫോണിൻ്റെ പിതാവ് മാർട്ടിൻ കൂപ്പർ. മാർട്ടിൻ കൂപ്പറാണ് സെല്ലുലാർ ഫോണിൻ്റെ പിതാവ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം അനുഭവപ്പെടുന്ന പ്രദേശം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം അനുഭവപ്പെടുന്ന പ്രദേശം കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം അനുഭവപ്പെടുന്ന പ്രദേശം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡാണ് സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല. 2012 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലൈറ്റ് ഹൗസ്. 2012 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലൈറ്റ് ഹൗസ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. ആലപ്പുഴ ലൈറ്റ് ഹൗസാണ് 2012 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ലൈറ്റ് ഹൗസ്. പിൻകോഡ് എന്നതിൽ പിൻ എന്ന വാക്കിൻ്റെ പൂർണ്ണരൂപമെന്ത്? പിൻകോഡ് എന്നതിൽ പിൻ എന്ന വാക്കിൻ്റെ പൂർണ്ണരൂപം പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നാണ് പിൻ എന്ന വാക്കിൻ്റെ പൂർണ്ണരൂപം. കേരളത്തിൽ വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന തപാൽ ഓഫീസ്. കേരളത്തിൽ വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന തപാൽ ഓഫീസ് കൊച്ചിൻ ഫോറിൻ പോസ്റ്റ് ഓഫീസ്. കൊച്ചിൻ ഫോറിൻ പോസ്റ്റ് ഓഫീസാണ് കേരളത്തിൽ വിദേശ കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന തപാൽ ഓഫീസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആയ വ്യക്തി പി സദാശിവം. പി സദാശിവമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായ വ്യക്തി പി സദാശിവം. കേന്ദ്ര കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്
കേന്ദ്ര കേരള സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം. കേരളത്തെ പരാമർശിക്കുന്നതും ചരിത്ര കാലഘട്ടം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടതുമായ കൃതി. വാർത്തികം. വാർത്തികമാണ് കേരളത്തെ പരാമർശിക്കുന്നതും ചരിത്ര കാലഘട്ടം കൃത്യമായി നിർണ്ണയിക്കപ്പെട്ടതുമായ കൃതി. വാർത്തികം. ഗ്രാമീണ സ്ത്രീകളിൽ നിക്ഷേപ സ്വഭാവം വളർത്തുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച ഒരു പദ്ധതി മഹിളാ സമൃദ്ധി യോജന. മഹിളാ സമൃദ്ധി യോജന പദ്ധതിയാണ് ഗ്രാമീണ സ്ത്രീകളിൽ നിക്ഷേപ സ്വഭാവം വളർത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി. ആരുടെ പ്രസംഗങ്ങളാണ് വീരവാണി എന്ന പേരിൽ 4 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളുടെ പ്രസംഗങ്ങളാണ് വീരവാണി എന്ന പേരിൽ 4 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരൻ? നിരഞ്ജന. നിരഞ്ജനയാണ് കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരൻ നിരഞ്ജന. MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി? CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയയാണ് MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി. CH മുഹമ്മദ് കോയ. എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയെ ആസ്പദമാക്കി രചിച്ച കൃതി? ശ്രീബുദ്ധ ചരിതം. ശ്രീബുദ്ധ ചരിതമാണ് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതിയെ ആസ്പദമാക്കി രചിച്ച കൃതി. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ പുഴ? മീനച്ചിലാർ. മീനച്ചിലാറാണ് അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ പുഴ. കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന KK നീലകണ്ഠൻ്റെ സ്മരണാർത്ഥം അറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ചുലന്നൂർ. ചുലന്നൂർ പക്ഷി സങ്കേതമാണ് കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന KK നീലകണ്ഠൻ്റെ സ്മരണാർത്ഥം അറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഇന്ത്യൻ ക്ഷേത്രശില്പകലയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കർണാടകയിലെ സ്ഥലം? ഐഹോൾ. ഐഹോളാണ് ഇന്ത്യൻ ക്ഷേത്രശില്പകലയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന കർണാടകയിലെ സ്ഥലം. ഐഹോൾ. 1911 ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ മുംബൈ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചത്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1911 ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ മുംബൈ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. രാജയോഗം പരിശീലിക്കുന്നതിനായി ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച സ്ഥാപനം? ആനന്ദ യോഗശാല. രാജയോഗം പരിശീലിക്കുന്നതിനായി ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ച സ്ഥാപനമാണ് ആനന്ദയോഗശാല. ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രം? മുരിക്കുംപുഴ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നീ വാക്കുകൾ കൊത്തിയ ഫലകം പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് മുരിക്കുംപുഴ ക്ഷേത്രം. ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം അടങ്ങുന്ന ഭരണഘടനാനുച്ഛേദം ഏത്? ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം അടങ്ങുന്ന ഭരണഘടനാനുച്ഛേദം അനുച്ഛേദം 32. അനുച്ഛേദം 32 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശമടങ്ങുന്ന ഭരണഘടനാ അനുച്ഛേദം. സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത് 2014 ഒക്ടോബർ 2. 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. സൂര്യനെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച സോളാർ പ്രോബ്? സൂര്യനെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച സോളാർ പ്രോബ് പാർക്കർ. പാർക്കറാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച സോളാർ പ്രോബ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം. പശ്ചിമ ബംഗാൾ. മൂത്രത്തിലെ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തു? മൂത്രത്തിലെ മഞ്ഞ നിറത്തിന് കാരണമായ വസ്തു യൂറോക്രോം. യൂറോക്രോമാണ് മൂത്രത്തിലെ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തു. ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് SD ബിജു.
SD ബിജു ആണ് ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? NA പാൽഖിവാല. NA പാൽഖിവാലയാണ് ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 72. അനുച്ഛേദം 72ലാണ് രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? 14. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. ബെൻസീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബെൻസീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേയാണ് ബെൻസീൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. തിലധാര ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? തിലധാര ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? എള്ള്. എള്ളിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് തിലധാര. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ? സിവാലിക്. സിവാലിക്കാണ് ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകൾ. കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം? കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ആൽഫ കെരാറ്റിൻ. ആൽഫ കെരാറ്റിനാണ് കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് A.O. ഹ്യൂം. A.O. ഹ്യൂമാണ് ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം? വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ദൃശ്യപ്രകാശം. ദൃശ്യപ്രകാശമാണ് വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം ഏതാണ്? സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന സിങ്ക് സംയുക്തം. മേഘങ്ങളുടെ ചലനദിശയും വേഗതയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? മേഘങ്ങളുടെ ചലനദിശയും വേഗതയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നെഫോസ്കോപ്പ്. നെഫോസ്കോപ്പാണ് മേഘങ്ങളുടെ ചലനദിശയും വേഗതയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി. ഓറോളജി എന്നാണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേക്ഷണത്തിൻ്റെ ആസ്ഥാനം? ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേക്ഷണത്തിൻ്റെ ആസ്ഥാനം ഗോവ. ഗോവയാണ് ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേക്ഷണത്തിൻ്റെ ആസ്ഥാനം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം. വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കാൻ അവസരമൊരുക്കുന്ന നിയമം? സേവനാവകാശ നിയമം. സേവനാവകാശ നിയമമാണ് സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കാൻ അവസരമൊരുക്കുന്ന നിയമം. സേവനാവകാശ നിയമം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ലോക്പാൽ. ലോക്പാലാണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. രാജ്യത്താദ്യമായി ഡ്രോൺ ഫോറൻസിക് ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്? രാജ്യത്താദ്യമായി ഡ്രോൺ ഫോറൻസിക് ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് രാജ്യത്താദ്യമായി ഡ്രോൺ ഫോറൻസിക് ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന പ്രമുഖ വ്യക്തികളുടെ പേരിന് പിന്നാലെയുള്ള ജാതിപ്പേര് നീക്കാൻ ഉത്തരവ് നൽകിയ സംസ്ഥാനം? തമിഴ്നാട്. തമിഴ്നാടാണ് പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന പ്രമുഖ വ്യക്തികളുടെ പേരിന് പിന്നാലെയുള്ള ജാതിപ്പേര് നീക്കാൻ ഉത്തരവ് നൽകിയ സംസ്ഥാനം? തമിഴ്നാട്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത റോഡ്? പയ്യാമ്പലം ബീച്ച് റോഡ്. കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ച് റോഡാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്ത റോഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വൈസ്രോയി? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു. ലിൻ ലിത്ഗോ പ്രഭുവാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വൈസ്രോയി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്നത്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിൽ. നീലഗിരി കുന്നുകളിലാണ്
പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്നത്. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം. ഗവി മ്യൂസിയമാണ് ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം. എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലം. മിഠായി തെരുവ്. മിഠായി തെരുവാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലം. മിഠായി തെരുവ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ. ചെമ്മീനാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം. ബയലാട്ടം എന്നുകൂടി അറിയപ്പെടുന്ന കലാരൂപം ഏത്? ബയലാട്ടം എന്നുകൂടി അറിയപ്പെടുന്ന കലാരൂപം യക്ഷഗാനം. യക്ഷഗാനമാണ് ബയലാട്ടം എന്നുകൂടി അറിയപ്പെടുന്ന കലാരൂപം. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച തെലുങ്കാനയിലെ ഗ്രാമം. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച തെലുങ്കാനയിലെ ഗ്രാമം പോച്ചമ്പള്ളി. പോച്ചമ്പള്ളിയാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച തെലുങ്കാനയിലെ ഗ്രാമം. തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ. ഗലീലിയോ ആണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചതാര്? മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ്. ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ് മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ കളിച്ച ഇന്ത്യൻ താരം. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ കളിച്ച ഇന്ത്യൻ താരം മിതാലി രാജ്. മിതാലി രാജാണ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ കളിച്ച ഇന്ത്യൻ താരം. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ. പി ടി ചാക്കോയാണ് കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ആരാണ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്? ആരാണ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്? ഡേവിഡ് വാറൻ. ഡേവിഡ് വാറനാണ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്. ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഏത് രാജ്യത്തിനെതിരായിരുന്നു? ഇംഗ്ലണ്ട്. ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഇംഗ്ലണ്ടിന് എതിരായിരുന്നു. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് 11. ജിസാറ്റ് 11 ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം. ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം വെള്ള. ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കുന്നതിനായി വെള്ള നിറമാണ് ഉപയോഗിക്കുന്നത്. ലിജാഹത്തുള്ള മുഹമ്മദീയ അസോസിയേഷൻ സ്ഥാപിച്ചത്. ലിജാഹത്തുള്ള മുഹമ്മദീയ അസോസിയേഷൻ സ്ഥാപിച്ചത് വക്കം മൗലവി. വക്കം മൗലവിയാണ് ലിജാഹത്തുള്ള മുഹമ്മദീയ അസോസിയേഷൻ സ്ഥാപിച്ചത്. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം. കാർട്ടൂണിസ്റ്റ് ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൃഷ്ണപുരം. കൃഷ്ണപുരത്താണ് കാർട്ടൂണിസ്റ്റ് ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണപുരം. കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബ്. കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബ് മഞ്ഞാടി. പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞാടിയാണ് കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബ്. സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ. സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാരി. പി രാജഗോപാലാചാരിയാണ് സ്വദേശാഭിമാനി പത്രം നിരോധിച്ച തിരുവിതാംകൂർ ദിവാൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ളയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേരള നിയമസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി. ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി ഏത് ഹൈക്കോടതിയുടെ പരിധിയിൽപ്പെടുന്നു? ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി ഏത് ഹൈക്കോടതിയുടെ പരിധിയിൽപ്പെടുന്നു? കേരള ഹൈക്കോടതി. ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഉൾപ്പെടുന്നത്. അനാചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് അനാചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത്.
ഏതവയവത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്? മസ്തിഷ്കം. മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത്. മെലൂഹ എന്നറിയപ്പെട്ട സംസ്കാരം ഏത്? മെലൂഹ എന്നറിയപ്പെട്ട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരമാണ് മെലൂഹ എന്നറിയപ്പെട്ട സംസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ സുനിധി സോളമൻ. ഡോക്ടർ സുനിധി സോളമനാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം യൂസ്റ്റേക്കിയൻ നാളി. യൂസ്റ്റേക്കിയൻ നാളിയാണ് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തിലൂടെയാണ്? പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തിലൂടെയാണ്? വെൻട്രൽ റൂട്ട്. പ്രേരകാവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് വെൻട്രൽ റൂട്ടിലൂടെയാണ് പുറത്തു പോകുന്നത്. എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്? എത്ര വിധത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമുണ്ട്? 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ് രാഷ്ട്രപതിക്ക് അവകാശമുള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ. വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാവുന്ന പ്രതിഭാസം. അതിദ്രവത്വം, സൂപ്പർ ഫ്ലൂയിഡിറ്റി. അതിദ്രവത്വമാണ് വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാവുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ആവശ്യമായ ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജം ആണ് ത്രഷോൾഡ് എനർജി. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ആവശ്യമായ ഒരു നിശ്ചിത അളവ് ഗതികോർജ്ജമാണ് ത്രഷോൾഡ് എനർജി. അടുക്കി വച്ചിരിക്കുന്ന കാരംസ് കോയിനുകൾ അടുക്ക് തെറ്റാതെ അടിയിലുള്ള കോയിൻ മാത്രം തെറിപ്പിക്കാൻ കഴിയുന്നത്. നിശ്ചല ജഡത്വം. അടുക്കി വച്ചിരിക്കുന്ന കാരംസ് കോയിനുകൾ അടുക്ക് തെറ്റാതെ അടിയിലുള്ള കോയിൻ മാത്രം തെറിപ്പിക്കാൻ കഴിയുന്നത് നിശ്ചല ജഡത്വം മൂലമാണ്. ഓക്സിജന്റെ അലോട്രോപ്പായ ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ്? ഓക്സിജന്റെ അലോട്രോപ്പായ ഓസോൺ വാതകം കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് ഷോൺബെയ്ൻ. ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് ഷോൺബെയ്ൻ ആണ് ഓക്സിജന്റെ അലോട്രോപ്പായ ഓസോൺ വാതകം കണ്ടെത്തിയത്. അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്? സേതു ലക്ഷ്മിബായി. സേതു ലക്ഷ്മിബായിയുടെ ജീവചരിത്രമാണ് അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ്. ഇന്ത്യയിൽ ഏത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്? സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. ഏത് കൊച്ചി രാജാവാണ് മിടുക്കൻ തമ്പുരാൻ എന്നറിയപ്പെട്ടത്? ഏത് കൊച്ചി രാജാവാണ് മിടുക്കൻ തമ്പുരാൻ എന്നറിയപ്പെട്ടത്? രാമവർമ്മ ആറാമൻ. രാമവർമ്മ ആറാമനാണ് മിടുക്കൻ തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചി രാജാവ്. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം മീൻമുട്ടി. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം പൂജ്യമാകുന്ന അവസ്ഥ. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം പൂജ്യമാകുന്ന അവസ്ഥ അതിചാലകത, സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിചാലകത എന്നാണ് വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം പൂജ്യമാകുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. റേഷൻ കാർഡ് നമ്പറിലെ ഡിജിറ്റുകളുടെ എണ്ണം. റേഷൻ കാർഡ് നമ്പറിലെ ഡിജിറ്റുകളുടെ എണ്ണം 10. റേഷൻ കാർഡ് നമ്പറിൽ 10 ഡിജിറ്റുകളാണ് ഉള്ളത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം, വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം നാരി ശക്തി പുരസ്കാരം. നാരി ശക്തി പുരസ്കാരമാണ് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം. കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്. കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷൻ നിലവിൽ വന്നത് 2013 ജൂൺ 13. 2013 ജൂൺ 13 കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷൻ നിലവിൽ വന്നത്. ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 4 മുതൽ 5 വരെ.
ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 4 മുതൽ 5% വരെയാണ്. ദിമിത്രി മെൻഡലീവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം. ദിമിത്രി മെൻഡലീവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം 1869. 1869 ദിമിത്രി മെൻഡലീവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത്. ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം. ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം 1913. 1913 ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത്. ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വനിത. ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വനിത സുജേത കൃപലാനി. സുജേത കൃപലാനിയാണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വനിത. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്? എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്? 21 വർഷം. 1893 മുതൽ 1914 വരെ 21 വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചത്. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി MN ഗോവിന്ദൻ നായർ. MN ഗോവിന്ദൻ നായരാണ് ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ. കിലോവാട്ട് അവർ ആണ് വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന പുസ്തകത്തിലാണ് ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ചത്. 2020 ഫെബ്രുവരിയിൽ 4000 വർഷം പഴക്കമുള്ള ക്രാഫ്റ്റ്സ് വില്ലേജ് കണ്ടെത്തിയത് എവിടെ നിന്ന്? വാരാണസി. ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് 2020 ഫെബ്രുവരിയിൽ 4000 വർഷം പഴക്കമുള്ള ക്രാഫ്റ്റ്സ് വില്ലേജ് കണ്ടെത്തിയത്. സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം. സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കോശഭിത്തി. കോശഭിത്തിയാണ് സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം. ക്ഷാരസ്വഭാവമുള്ള ഏകവാതകം. ക്ഷാരസ്വഭാവമുള്ള ഏകവാതകമാണ് അമോണിയ. അമോണിയയാണ് ക്ഷാരസ്വഭാവമുള്ള ഏകവാതകം. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യ വനിത. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ. ബാലാമണിയമ്മയാണ് എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യ വനിത. ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം. ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം ഒസീൻ. ഒസീനാണ് ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി. വെള്ളിയാണ് വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം. ഭൂമിയിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തെയാണ് ഭൂമിയിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത്. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റയാണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. കായിക രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് കായിക രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഖനികളിലെ പൊടി നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം. ഖനികളിലെ പൊടി നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ക്ലോറൈഡ്. കാൽസ്യം ക്ലോറൈഡാണ് ഖനികളിലെ പൊടി നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വമാണ് ഏക പൗരത്വം. ചുവന്ന രക്താണുക്കളുടെ ആയുർദൈർഘ്യം. ചുവന്ന രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. 120 ദിവസമാണ് ചുവന്ന രക്താണുക്കളുടെ ആയുർദൈർഘ്യം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. വ്യാഴമാണ് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം. മിലേ സുർ മേരാ തുമാര എന്ന ഗാനം രചിച്ച വ്യക്തി.
മിലേ സുർ മേരാ തുമാര എന്ന ഗാനം രചിച്ച വ്യക്തി പീയൂഷ് പാണ്ഡെ. പീയൂഷ് പാണ്ഡെയാണ് മിലേ സുർ മേരാ തുമാര എന്ന ഗാനം രചിച്ചത്. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആനന്ദമോഹൻ ചക്രബർത്തി. ആനന്ദമോഹൻ ചക്രബർത്തിയാണ് സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണം. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണം ഹരിതകണം. ഹരിതകണമാണ് പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണം. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത്. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയാണ് കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത്. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത്. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ആന്റണി വാൻ ലീവൻഹോക്ക്. ആന്റണി വാൻ ലീവൻഹോക്കാണ് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത്. കേരളത്തിലാദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് പി കെ ബാവ. പി കെ ബാവയാണ് കേരളത്തിലാദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് പി കെ ബാവ. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. രാജ്കുമാരി അമൃത് കൗറാണ് ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡാണ് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക്. വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് പ്ലെക്സിഗ്ലാസ്. പ്ലെക്സിഗ്ലാസ് ആണ് വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക്. മത്സ്യം അഴുകിപ്പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. മത്സ്യം അഴുകിപ്പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡാണ് മത്സ്യം അഴുകിപ്പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലം നെയ്വേലി. തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത്. ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്ന സ്കെയിൽ. ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്ന സ്കെയിൽ ടാൻജൻ സ്കെയിൽ. ടാൻജൻ സ്കെയിലാണ് ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്നത്. മാംസ്യത്തിലുള്ളതും എന്നാൽ അന്നജത്തിൽ ഇല്ലാത്തതുമായ ഒരു പദാർത്ഥം. മാംസ്യത്തിലുള്ളതും എന്നാൽ അന്നജത്തിൽ ഇല്ലാത്തതുമായ ഒരു പദാർത്ഥം നൈട്രജൻ. നൈട്രജനാണ് മാംസ്യത്തിലുള്ളതും എന്നാൽ അന്നജത്തിൽ ഇല്ലാത്തതുമായ ഒരു പദാർത്ഥം. ശരീരത്തിൽ ജീവകങ്ങളുടെ ആധിക്യം നിമിത്തമുണ്ടാകുന്ന അവസ്ഥ. ശരീരത്തിൽ ജീവകങ്ങളുടെ ആധിക്യം നിമിത്തമുണ്ടാകുന്ന അവസ്ഥ ഹൈപ്പർ വിറ്റാമിനോസിസ്. ഹൈപ്പർ വിറ്റാമിനോസിസ് ആണ് ശരീരത്തിൽ ജീവകങ്ങളുടെ ആധിക്യം നിമിത്തമുണ്ടാകുന്ന അവസ്ഥ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ ഡോക്ടർ MP സിംഗ്. ഡോക്ടർ MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ. ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി. ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി. വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങളേവ. വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങൾ നെഫ്രോണുകൾ. നെഫ്രോണുകളാണ് വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങൾ. ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം. ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ്. എലിഫസ് മാക്സിമസ് എന്നാണ് ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം. ഓർഗാനിക് സംയുക്തങ്ങളിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട മൂലകമേത്? ഓർഗാനിക് സംയുക്തങ്ങളിൽ ആവശ്യം ഉണ്ടായിരിക്കേണ്ട മൂലകം കാർബൺ. കാർബണാണ് ഓർഗാനിക് സംയുക്തങ്ങളിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട മൂലകം. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ. 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീമൻ നാരായൺ അഗർവാൾ. ശ്രീമൻ നാരായൺ അഗർവാളാണ് 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണത്തിനും
ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്ത INC സമ്മേളനം. കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനമാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്ത INC സമ്മേളനം. കറാച്ചി സമ്മേളനം. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്? ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്? PV നരസിംഹറാവു ഗവൺമെൻറ്. PV നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുക. ദേശീയ വരുമാനം. ദേശീയ വരുമാനമാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുക. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് PC മഹ്ലനോബിസ്. PC മഹ്ലനോബിസ് ആണ് കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം GST കൗൺസിൽ. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് GST കൗൺസിൽ. നികുതിദായകന് അടയ്ക്കേണ്ട നികുതി സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനം. നികുതിദായകന് അടയ്ക്കേണ്ട നികുതി സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനം മൂല്യവർദ്ധിത നികുതി, VAT. മൂല്യവർദ്ധിത നികുതിയാണ് നികുതിദായകന് അടയ്ക്കേണ്ട നികുതി സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനം. കടുവകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം. കടുവകളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം 1973 ഏപ്രിൽ 1. 1973 ഏപ്രിൽ 1 കടുവകളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതി പ്രോജക്റ്റ് എലിഫന്റ്. പ്രോജക്റ്റ് എലിഫന്റ് ആണ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതി. ഗാഡ്ഗിൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി കസ്തൂരിരംഗൻ കമ്മിറ്റി. കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ ചെയർമാൻ. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ ചെയർമാൻ മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ ചെയർമാൻ. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഗാഡ്ഗിൽ കമ്മീഷൻ. ഗാഡ്ഗിൽ കമ്മീഷനാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. പ്രകൃതിയിലുള്ള സ്വാഭാവിക വനം നശിപ്പിച്ച് പകരം കൂടുതൽ വില കിട്ടുന്ന തേക്കുമരങ്ങൾ വളർത്താൻ തീരുമാനിച്ച പദ്ധതിക്കെതിരെ രൂപീകൃതമായ സംഘടന ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ജംഗിൾ ബച്ചാവോ ആന്തോളനാണ് പ്രകൃതിയിലുള്ള സ്വാഭാവിക വനം നശിപ്പിച്ച് പകരം കൂടുതൽ വില കിട്ടുന്ന തേക്കുമരങ്ങൾ വളർത്താൻ തീരുമാനിച്ച പദ്ധതിക്കെതിരെ രൂപീകൃതമായ സംഘടന. നർമ്മദ നദിയിലെ വിവിധോദ്ദേശ അണക്കെട്ടായ നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ രൂപം കൊണ്ട സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളനാണ് നർമ്മദ നദിയിലെ വിവിധോദ്ദേശ അണക്കെട്ടായ നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ രൂപം കൊണ്ട സംഘടന. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി കർണാടകയിൽ 1983 നിലവിൽ വന്ന പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനമാണ് വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി കർണാടകയിൽ 1983 നിലവിൽ വന്ന പ്രസ്ഥാനം. കേരളത്തിലെ സൈലന്റ് വാലി ഉഷ്ണമേഖല ഹരിതവന സംരക്ഷണത്തിനു വേണ്ടി 1973 രൂപം കൊണ്ട സമരസമിതി സൈലന്റ് വാലി സംരക്ഷണ സമിതി. സൈലന്റ് വാലി സംരക്ഷണ സമിതിയാണ് കേരളത്തിലെ സൈലന്റ് വാലി ഉഷ്ണമേഖല ഹരിതവന സംരക്ഷണത്തിനു വേണ്ടി 1973 രൂപം കൊണ്ട സമരസമിതി. 1973 വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ കർഷകരും ഗ്രാമീണ ജനങ്ങളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരം ചിപ്കോ മൂവ്മെൻറ്റ്. ചിപ്കോ മൂവ്മെൻ്റ് ആണ് 1973 വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ കർഷകരും ഗ്രാമീണ ജനങ്ങളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരം ചിപ്കോ മൂവ്മെൻറ്റ്. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങൾ. കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളി. കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ് കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളി. സത്യജിത് റേ സംവിധാനം ചെയ്ത ആദ്യത്തെ കളർ ചലച്ചിത്രം ഏത്? സത്യജിത് റേ സംവിധാനം ചെയ്ത
ആദ്യത്തെ കളർ ചലച്ചിത്രം കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയാണ് സത്യജിത് റേ സംവിധാനം ചെയ്ത ആദ്യത്തെ കളർ ചലച്ചിത്രം. ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയാണ് ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് തുടക്കം കുറിച്ച കമ്പനി. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനി ട്രൈറ്റൻ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. 1850 ട്രൈറ്റൻ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡാണ് ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന് തുടക്കം കുറിച്ച കമ്പനി. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ച സ്വകാര്യ ബാങ്കുകളുടെ വരവ് ഏത് കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ്? നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട്. 1994 നരസിംഹം കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നാണ് ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ച സ്വകാര്യ ബാങ്കുകളുടെ വരവ്. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സുവർണ്ണ റാണി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സുവർണ്ണ റാണി എന്നറിയപ്പെടുന്നത് PT ഉഷ. PT ഉഷയാണ് ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ സുവർണ്ണ റാണി എന്നറിയപ്പെടുന്നത്. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതി ഇലക്ട്രോണിക് ബാങ്കിങ്. കൽക്കി എന്ന തുലികനാമത്തിൽ അറിയപ്പെടുന്നത്. കൽക്കി എന്ന തുലികനാമത്തിൽ അറിയപ്പെടുന്നത് R കൃഷ്ണമൂർത്തി. R കൃഷ്ണമൂർത്തിയാണ് കൽക്കി എന്ന തുലികനാമത്തിൽ അറിയപ്പെടുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത് ദേശീയ വികസന സമിതി. ദേശീയ വികസന സമിതിയാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നത്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ വുഡ്സ് ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷൻ നിയമിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി. ഡൽഹൌസിയാണ് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ വുഡ്സ് ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷനെ നിയമിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക് പ്രഭു. വില്യം ബെൻറ്റിക് പ്രഭുവാണ് ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്കുയർത്തുന്ന ഹോർമോൺ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്കുയർത്തുന്ന ഹോർമോൺ തൈറോക്സിൻ. തൈറോക്സിനാണ് ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്കുയർത്തുന്ന ഹോർമോൺ. സെറിബ്രത്തിൻ്റെ ഇടതു വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീവ്യൂഹം കോർപ്പസ് കലോസം. കോർപ്പസ് കലോസമാണ് സെറിബ്രത്തിൻ്റെ ഇടതു വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീവ്യൂഹം കോർപ്പസ് കലോസം. 1114 കഥ എന്ന പുസ്തകം രചിച്ചത്. 1114 കഥ എന്ന പുസ്തകം രചിച്ചത് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് 1114 കഥ എന്ന പുസ്തകം രചിച്ചത്. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ. 8848.86 മീറ്ററാണ് പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം. ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ എത്ര ശതമാനം? ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ എത്ര ശതമാനമാണ്? 89%. ശുദ്ധജലത്തിൽ 89% ഓക്സിജനാണ് അടങ്ങിയിരിക്കുന്നത്. ഓസോൺ വാതകത്തിൻ്റെ നിറം. ഓസോൺ വാതകത്തിൻ്റെ നിറം ഇളം നീല. ഓസോൺ വാതകത്തിന് ഇളം നീല നിറമാണ്. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി VR പ്രബോധചന്ദ്രൻ നായർ. VR പ്രബോധചന്ദ്രൻ നായരാണ് രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. നീൽ ആംസ്ട്രോങ് എത്ര സമയമാണ് ചന്ദ്രനിൽ ചെലവഴിച്ചത്? നീൽ ആംസ്ട്രോങ് എത്ര സമയമാണ് ചന്ദ്രനിൽ ചെലവഴിച്ചത്? 2 മണിക്കൂർ 36 മിനിറ്റ്. 2 മണിക്കൂർ 36 മിനിറ്റാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെലവഴിച്ചത്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്നാണ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം. പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിൽ. സാന്തോഫിലാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം. മൂപ്പെത്താതെ അടക്കവാടി വീഴുന്ന രോഗമാണ്. മൂപ്പെത്താതെ അടക്കവാടി വീഴുന്ന രോഗം മഹാളി. മഹാളിയാണ് മൂപ്പെത്താതെ
അടക്കവാടി വീഴുന്ന രോഗം. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം റൈബോസോം. റൈബോസോമാണ് കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം. പാല് തയ്യാറാകുമ്പോഴുണ്ടാകുന്ന പുളിരുചിക്ക് കാരണമായ ആസിഡ് ലാക്റ്റിക് ആസിഡാണ് പാല് തയ്യാറാകുമ്പോഴുണ്ടാകുന്ന പുളിരുചിക്ക് കാരണമായ ആസിഡ്. കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം സിൽവർ അയോഡൈഡ് ആണ് കൃത്രിമ മഴ പെയ്യ്ക്കുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം. ജാതിപ്പേര് അർത്ഥശൂന്യമാണ്, അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ. ആരുടെ വാക്കുകളാണിത്? ആനന്ദതീർത്ഥൻ്റെ വാക്കുകളാണ് ജാതിപ്പേര് അർത്ഥശൂന്യമാണ്, അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ എന്നത്. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ് സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത്. കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ് കേരളത്തിൻ്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗനരകങ്ങളില്ല. ആരുടെ വാക്കുകളാണിത്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാക്കുകളാണ് മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗനരകങ്ങളില്ല എന്നത്. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഡോക്ടർ പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ആണ് ഡോക്ടർ പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആര്? നവോത്ഥാന നായകൻ കുറുമ്പൻ ദൈവത്താനാണ് നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാനാണ് പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലാണ് ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിനിർണയം എന്ന കൃതിയിലാണ് ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത്. ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട്ട് അയ്യയാണ് ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. വാഗ്ഭടാനന്ദൻ എന്ന പ്രസിദ്ധനായ സന്യാസിവര്യൻ്റെ യഥാർത്ഥ നാമം? വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് വാഗ്ഭടാനന്ദൻ എന്ന പ്രസിദ്ധനായ സന്യാസിവര്യൻ്റെ യഥാർത്ഥ നാമം. സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ഠസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ട പേര് എന്താണ്? മുത്തുക്കുട്ടി എന്നാണ് സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം വൈകുണ്ഠസ്വാമികൾക്ക് ബാല്യകാലത്ത് നൽകപ്പെട്ടിരുന്ന പേര് മുത്തുക്കുട്ടി. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ആരുടെ വചനങ്ങളാണിത്? വി ടി ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളാണ് എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്നത്. ചൊവ്വയിലേക്ക് പേഴ്സീവറൻസ് എന്ന റോബോട്ടിനെ അയച്ച രാജ്യം USA ആണ് ചൊവ്വയിലേക്ക് പേഴ്സീവറൻസ് എന്ന റോബോട്ടിനെ അയച്ച രാജ്യം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? താപധാരിത എന്നാണ് ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം അറിയപ്പെടുന്നത്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട ധനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം ലൈസോസോമാണ് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ദഹിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗം. സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോമാണ് സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. വിദ്യാഭ്യാസാവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസാവകാശ നിയമം നിലവിൽ വന്നത്. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? അമ്മീറ്റർ
അമ്മീറ്ററാണ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമായി അറിയപ്പെടുന്നത് മർമ്മമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമായി അറിയപ്പെടുന്നത്. ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര് യൂട്രോഫിക്കേഷൻ എന്നാണ് ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം അറിയപ്പെടുന്ന പേര്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡോർ ഷ്വാനാണ് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഇന്ത്യയിലെ ഏറ്റവും അധികം ഭാഷകളിൽ ചിത്രസംയോജനം നടത്തിയതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി ശ്രീകർ പ്രസാദ്. 17 ഭാഷകളിൽ ശ്രീകർ പ്രസാദാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഭാഷകളിൽ ചിത്രസംയോജനം നടത്തിയതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി 61 ഭേദഗതിയാണ് ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ടങ്സ്റ്റനാണ് ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജംഷെഡ്ജി ടാറ്റയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത്. കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. UN തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് ശ്രദ്ധേയനായ മലയാളി VK കൃഷ്ണമേനോനാണ് UN തുടർച്ചയായി 8 മണിക്കൂർ പ്രസംഗിച്ച് ശ്രദ്ധേയനായ വ്യക്തി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയും ആദ്യ മലയാള നോവലിസ്റ്റും SK പൊറ്റക്കാട്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയും ആദ്യ മലയാള നോവലിസ്റ്റും. ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിത VS രമാദേവിയാണ് ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിത. മലേറിയയ്ക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സിങ്കോണയാണ് മലേറിയയ്ക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നായ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കേരളത്തിലെ ആകെ 44 നദികളാണ് ഉള്ളത്. സൗരകേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർനിക്കസിൻ്റെ കൃതി ഡി റെവല്യൂഷനിബസ് ഓർബിയം സെലസ്റ്റിയമാണ് സൗരകേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർനിക്കസിൻ്റെ കൃതി. നോവലിലും ചെറുകഥയ്ക്കും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ സാഹിത്യകാരൻ MT വാസുദേവൻ നായരാണ് നോവലിലും ചെറുകഥയ്ക്കും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ സാഹിത്യകാരൻ. പാലുണ്ണിക്ക് കാരണമായ വൈറസ് മൊളുസ്കം കണ്ടേജിയോസമാണ് പാലുണ്ണിക്ക് കാരണമാകുന്ന വൈറസ്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇമ്പീരിയൽ ബാങ്ക് എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം മലബാർ ലഹളയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലമാണ് കുണ്ടറ. കൊല്ലത്തെ കുണ്ടറയിലാണ് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 250 അടി. സമുദ്രനിരപ്പിൽ നിന്ന് 250 അടി ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്. മാപ്പിള ലഹളയുടെ ഭാഗമായ ആദ്യ സംഭവം പന്തല്ലൂരിൽ 1836 നടന്നുവെന്ന് അഭിപ്രായപ്പെട്ടതാര്? TL സ്ട്രേഞ്ച്. മാപ്പിള ലഹളകളുടെ ഭാഗമായ ആദ്യ സംഭവം പന്തല്ലൂരിൽ 1836 നടന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് TL സ്ട്രേഞ്ച് ആണ്.
ഏത് രാജാവിൻ്റെ കാലത്താണ് വൈക്കത്ത് പാച്ചുമൂത്തത് തിരുവിതാംകൂർ ചരിത്രം രചിച്ചത്? ആയില്യം തിരുനാൾ. ആയില്യം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ് വൈക്കത്തു പാച്ചുമൂത്തത് തിരുവിതാംകൂർ ചരിത്രം രചിച്ചത്. അയഡിൻ ബാഷ്പത്തിൻ്റെ നിറം. അയഡിൻ ബാഷ്പത്തിൻ്റെ നിറം വയലറ്റ്. വയലറ്റാണ് അയഡിൻ ബാഷ്പത്തിൻ്റെ നിറം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി. കർണാടകയും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല? വയനാട്. വയനാടാണ് കർണാടകയുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? 2005. 2005 ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയത്. ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത്? ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ ഏത്? തൊടുപുഴ. ഇടുക്കിയിലെ തൊടുപുഴയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭ. ചന്ദ്രന് ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ചൈനയുടെ പേടകം? ചാങ് ഇ 4. ചാങ് ഇ 4 ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് ഇറങ്ങിയ ചൈനയുടെ പേടകം. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം? റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം 1863. 1863 റെഡ് ക്രോസ് സ്ഥാപിതമായത്. കോശമർമ്മം ഇല്ലാത്തവയ്ക്ക് ഉദാഹരണം? കോശമർമ്മം ഇല്ലാത്തവയ്ക്ക് ഉദാഹരണം ബാക്ടീരിയ. ബാക്ടീരിയയാണ് കോശമർമ്മം ഇല്ലാത്തവയ്ക്ക് ഉദാഹരണം. മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം? മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം കുരുമുളക്. കുരുമുളകാണ് മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയുടെ പേര്? ലൈഫ് മിഷൻ. ലൈഫ് മിഷൻ എന്നാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയുടെ പേര്. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഇസ്രോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കർണാടകയാണ് ഇസ്രോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. മുദ്ര രാക്ഷസം ആരുടെ കൃതിയാണ്? മുദ്ര രാക്ഷസന്മാരുടെ കൃതിയാണ് വിശാഖദത്തൻ. വിശാഖദത്തൻ്റെ കൃതിയാണ് മുദ്ര രാക്ഷസം. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുന്നത് ആര്? രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുന്നത്. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് വിൻസൻ കീഴടക്കുന്ന ആദ്യത്തെ ഭിന്നശേഷിക്കാരി? അരുണിമ സിൻഹ. അരുണിമ സിൻഹയാണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് വിൻസൻ കീഴടക്കുന്ന ആദ്യത്തെ ഭിന്നശേഷിക്കാരി. മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ? റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ. ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിന് കാരണം? ഡോപ്ലർ ഇഫക്റ്റ്. ഡോപ്ലർ ഇഫക്റ്റ് മൂലമാണ് ഹോൺ മുഴക്കുന്ന ഒരു വാഹനം അടുത്തെത്തുമ്പോൾ ഹോൺ ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായും കടന്നുപോയി കഴിയുമ്പോൾ ഉച്ചത കുറയുന്നതായും അനുഭവപ്പെടുന്നതിനുള്ള കാരണം? ഡോപ്ലർ ഇഫക്റ്റ്. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് എത്ര ശതമാനം സംവരണമാണ് അനുവദിച്ചിരിക്കുന്നത്? 10%. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണമാണ് അനുവദിച്ചിരിക്കുന്നത്. നാഫ്തലിൻ ഗുളികകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നാണ്? കോൾട്ടാർ. കോൾട്ടാറിൽ നിന്നുമാണ് നാഫ്തലിൻ ഗുളികകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സംസ്ഥാനത്താദ്യ ബാഗ് ഫ്രീ സ്കൂൾ? സംസ്ഥാനത്താദ്യത്തെ ബാഗ് ഫ്രീ സ്കൂൾ തരിയോട് SLALP സ്കൂൾ വയനാട്. വയനാട്ടിലെ തരിയോട് SALP സ്കൂളാണ് സംസ്ഥാനത്താദ്യത്തെ ബാഗ് ഫ്രീ സ്കൂൾ. സംസ്ഥാനത്തെ ആദ്യ പട്ടികവർഗ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആരംഭിച്ചത്? പാലോട്. പാലോടാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പട്ടികവർഗ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആരംഭിച്ചത്. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ്? യോദ്ധാവ്. യോദ്ധാവ് എന്ന ആപ്പാണ് മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ്. എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്നത്? എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്നത് സാഗർമാത. സാഗർമാത എന്നാണ് എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്നത്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്ന മറ്റൊരു പേര്? കോശാസ്ഥികൂടം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോശാസ്ഥികൂടം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം? കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. ടെക്നീഷ്യമാണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി. DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത് ആര്? DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത്
അലക് ജെഫ്രീസ്. അലക് ജെഫ്രീസ് ആണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത്. സസ്യങ്ങളിൽ ഇല, ഫലം എന്നിവ പൊഴിയാൻ കാരണമാകുന്ന ആസിഡ് അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡ് ആണ് സസ്യങ്ങളിൽ ഇല, ഫലം എന്നിവ പൊഴിയാൻ കാരണമാകുന്ന ആസിഡ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനത്തിനു വേണ്ടി നിരാഹാര സമരമനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ശ്രീരാമലു. ശ്രീരാമലു ആണ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനത്തിനു വേണ്ടി നിരാഹാര സമരമനുഷ്ഠിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശില. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശില കായാന്തരിത ശില. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കായാന്തരിത ശിലയാണ് കാണപ്പെടുന്നത്. വൈദ്യുത പ്രവാഹം മൂലം ഒരു ലായനിക്കുണ്ടാകുന്ന രാസവിഘടനം വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണമാണ് വൈദ്യുത പ്രവാഹം മൂലം ഒരു ലായനിക്കുണ്ടാകുന്ന രാസവിഘടനം. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത്. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26. നവംബർ 26 ദേശീയ നിയമദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന. 2020 ഫെബ്രുവരിയിൽ ഇടമലക്കുടി സർക്കാർ ട്രൈബൽ LP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഘണ്ടു മലയാളം മുതുവാൻ ഭാഷ നിഘണ്ടു. മലയാളം മുതുവാൻ ഭാഷ നിഘണ്ടുവാണ് 2020 ഫെബ്രുവരിയിൽ ഇടമലക്കുടി സർക്കാർ ട്രൈബൽ LP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ നിഘണ്ടു. പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതി വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്. മുളകിൻ്റെ എരിവിന് കാരണമായ രാസവസ്തു. മുളകിൻ്റെ എരിവിന് കാരണമായ രാസവസ്തു ക്യാപ്സൈസിൻ. ക്യാപ്സൈസിനാണ് മുളകിൻ്റെ എരിവിന് കാരണമായ രാസവസ്തു. കാനീസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? കാനീസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? നായ. നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനീസ് ഫെമിലിയാരിസ്. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡോമീറ്റർ. ഓഡോമീറ്ററാണ് വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് പെരിയാർ. ഭൂമിയുടെ പാലായന പ്രവേഗം. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s. 11.2 km/s ആണ് ഭൂമിയുടെ പാലായന പ്രവേഗം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത KC ഏലമ്മ. KC ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. ലെൻസ്, പ്രിസം, ഇലക്ട്രിക് ബൾബ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിൻറ്റ് ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് ലെൻസ്, പ്രിസം, ഇലക്ട്രിക് ബൾബ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്. അയൺ പൈറൈറ്റ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം 20 സെക്കൻഡ്. 20 സെക്കൻഡാണ് ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം. ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖ. ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖ മക്മോഹൻ രേഖ. മക്മോഹൻ രേഖയാണ് ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന രേഖ. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ്നാരായണൻ ബോസ്. രാജ്നാരായണൻ ബോസാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. കരിമീനിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ച വർഷം 2010. 2010 കരിമീനിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ചത്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയമാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പ്. മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത്. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്ന അവയവം. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്ന അവയവം തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്ന അവയവം. EMS നമ്പൂതിരിപ്പാടിൻ്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചത് അപ്പുകുട്ടൻ വള്ളിക്കുന്ന്. അപ്പുകുട്ടൻ വള്ളിക്കുന്നാണ് EMS നമ്പൂതിരിപ്പാടിൻ്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചത്. മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. ഡെക്സ്ട്രോകാർഡിയ എന്നാണ് മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത് ഡെക്സ്ട്രോകാർഡിയ. ഇന്ത്യയിലെ ആദ്യ വനിതാ DGP ആരായിരുന്നു?
ഇന്ത്യയിലെ ആദ്യ വനിതാ DGP കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യ. കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പൂർവ്വഘട്ടം. പൂർവ്വഘട്ടമാണ് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ലോക്സഭയിലെ ജനറൽ പർപ്പസ് കമ്മിറ്റിയുടെ തലവനാര്? സ്പീക്കർ. സ്പീക്കറാണ് ലോക്സഭയിലെ ജനറൽ പർപ്പസ് കമ്മിറ്റിയുടെ തലവൻ. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായ ആദ്യ വനിത. ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായ ആദ്യ വനിത നിരുപമ റാവു. നിരുപമ റാവു ആണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവായ ആദ്യ വനിത. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം എങ്ങനെ അറിയപ്പെടുന്നു? അവശിഷ്ടാധികാരം. ഭരണഘടനയുടെ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം അവശിഷ്ടാധികാരം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ച അണക്കെട്ട്? ബാണാസുര സാഗർ അണക്കെട്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ച അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. റഫാൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റ്? റഫാൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റാണ് ശിവാംഗി സിംഗ്. ശിവാംഗി സിംഗ് ആണ് റഫാൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ പൈലറ്റ്. ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് അറിയപ്പെടുന്നത്? മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് എന്നാണ് ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ അറ്റോമിക മാസ് അറിയപ്പെടുന്നത്. ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? സോണാർ. സോണാറാണ് ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അളന്ന് സമുദ്രങ്ങളുടെയും മറ്റും ആഴം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഏത് ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നാണ് ഡെസിബൽ യൂണിറ്റിന് ആ പേര് വന്നത്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ പേരിൽ നിന്നാണ് ഡെസിബൽ യൂണിറ്റിന് ആ പേര് വന്നത്. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്? ലോകായുക്ത. ലോകായുക്തയാണ് സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.